ചരിത്രമായിരിക്കും. മറ്റു പല കേരളത്തെ പോലെ അത് അപൂർവമായിരിക്കും. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആർക്ക് ഏത് സമയത്തും BJP അല്ലാത്ത പ്രവർത്തകർ വോട്ട് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ജയിച്ചത്. 4 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് 4 400 സമമാണ് എന്നുള്ളതാണ് അത് കാണാൻ കഴിയും. നമസ്കാരം. വാർഡിന്റെ വികസനത്തിനായി വികസന രേഖ പുറത്തിറക്കിയ സ്ഥാനാർത്ഥിക്ക് വൻ വിജയം. നഗരസഭ 25-ാം വാർഡിന്റെ സമഗ്ര വികസന രേഖ പുറത്തിറക്കി ജനങ്ങൾക്ക് നൽകിയാണ് NDA സ്ഥാനാർത്ഥിയും മാധ്യമപ്രവർത്തകനുമായ രൂപേഷ് അടൂർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിന്റെ വികസന രേഖ സ്ഥാനാർത്ഥി ഇറക്കുന്നത് അപൂർവമാണ്. സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മൊത്തമായിട്ടാണ് വികസന രേഖ പുറത്തിറക്കാറുള്ളത്. എന്നാൽ ഇവിടെ കീഴ്വഴക്കങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സ്ഥാനാർത്ഥി വിജയിച്ചാൽ തന്റെ വാർഡിൽ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു. ആ വികസന രേഖ വാർഡിലെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് 15 വർഷമായി CPIയുടെ കയ്യിൽ ഭദ്രമായി ഇരുന്ന വാർഡ് NDA സ്ഥാനാർത്ഥി പിടിച്ചെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായം സ്വീകരിച്ച് 25-ാം വാർഡിൽ എന്തൊക്കെ ചെയ്യുമെന്ന് സൂചിപ്പിച്ചുള്ളതായിരുന്നു ആ വികസന രേഖ. ജനം ഇത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് രൂപേഷിന്റെ ഈ വിജയം കാണിക്കുന്നത്. നമസ്കാരം. ഞാൻ അടൂർ നഗരസഭയിലെ 25-ാം വാർഡ് നമുക്കറിയാം, അതൊരു സിറ്റിംഗ് സീറ്റായിരുന്നു. CPIയുടെ സിറ്റിംഗ് സീറ്റ് 15 വർഷമായിട്ട്. അതിലെ അങ്ങനെയുള്ളൊരു ദുർഗണം പിടിച്ച് ആ വാർഡ് പിടിക്കണമെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതിന്റെ പ്രധാനപ്പെട്ടതാണ് വികസന രേഖ തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര പദ്ധതികൾ 350-ലധികം വരുന്ന കേന്ദ്ര പദ്ധതികൾ എന്തൊക്കെ പ്രാവർത്തികമാക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട വികസന രേഖയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് വാർഡ് തലങ്ങളിൽ നമ്മൾ ഓരോ വീട്ടിലും കൊണ്ട് എത്തിച്ചത്. അതിൽ നിരവധി ഏതാണ്ട് 20ഓളം ആ വികസന രേഖ പറയുന്നു, 20ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ ശാക്തീകരണം, അതായത് നൈപുണ്യ വികസനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ, കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ നമുക്കൊരു വികസന രേഖ എന്ന് പറയുമ്പം കോമൺ ആയിട്ടാണ് പറയുന്നത്, ഒരു നഗരസഭ മൊത്തമായിട്ടാണ് പറയുന്നത്. അതിൽ കൂടാതെ നഗരസഭയിൽ ഒരു വാർഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വലിയ ഒരു വികസന രേഖയാണ്. അത് ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് ഈ വിജയത്തിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അത് 100% പ്രാവർത്തികമാക്കും. അതിന് ഒന്നാം ഘട്ടം ഈ വരുന്ന 30-നുള്ളിൽ തന്നെ, ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ഒരു ന്യൂ ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് തന്നെ നമ്മൾ അടൂർ വാർഡ് തന്നെ ഓപ്പൺ ചെയ്യും. അടൂർ വാർഡിൽ ഒരുപക്ഷെ അത് ചരിത്രമായിരിക്കും. മറ്റു പല കേരളത്തെ പോലെ അത് അപൂർവമായിരിക്കും. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആർക്ക് ഏത് സമയത്തും വന്നിട്ട് ചോദിക്കാനും എടുക്കാനും, ഇനി ഒരുപക്ഷെ അപേക്ഷ കൊടുക്കാനും സാധാരണപ്പെട്ട ആൾക്കാരാണ് മൂന്നാമത്തുള്ള ആൾക്കാരെന്ന് പറയും. ഒരുപക്ഷെ ചിലപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ സുകന്യ സമൃദ്ധി പദ്ധതി, ഈ 10 വയസ്സിന് താഴെ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ അവർക്കുള്ള പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആ കുട്ടിയുടെ പഠന ചെലവ്, ഒപ്പം ആ കുട്ടി വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലഭിക്കേണ്ട തുക, അതിന് ഒരുപക്ഷെ അവർക്ക് അപേക്ഷ ഒരുപക്ഷെ എഴുതാൻ സാധ്യതയില്ല. കാരണം പോസ്റ്റ് ഓഫീസ് വരെയാണ് അത് ലഭിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ വാർഡിലെ ആൾക്കാർ എന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ചിട്ട് ഈ ഫ്രണ്ട് ഓഫീസിൽ കൊണ്ടുവരും. അവിടെ നിന്നെല്ലാം ഫില്ല് ചെയ്ത് നേരിട്ട് കൊടുക്കാം. അതായത് അതൊരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള നിരവധി പദ്ധതികളും ഈ വികസന രേഖയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസ് ഈ പറയുന്ന 30-ാം തീയതിക്കുള്ളിൽ ഒരു വാർഡിൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം എതിർ സ്ഥാനാർത്ഥികളുടെ എത്ര വോട്ടിനാണ് ഭൂരിപക്ഷം കിട്ടിയേക്കുന്നത്? ഇതിലെ സത്യത്തിലെ 1032 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വോട്ടിംഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ 694 പേരെ വോട്ട് ചെയ്തത്. 694 പേര് വോട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 289 വോട്ട് എനിക്ക് കിട്ടി. 280 വോട്ട്, ഏകദേശം ഒരു 300 അടുപ്പിച്ചു വന്നു. അതിൻ്റെ പകുതി തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. 600-ന്റെ പകുതി തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിശയം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം മുമ്പ് NDAക്ക് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 130 വോട്ടേ ഉള്ളായിരുന്നു. അതിന് മുമ്പ് ലഭിച്ചത് 80 വോട്ടുകൾ. 80 വന്നു, 130 വന്നു. ഈ 130 നിന്നുമാണ് നേരെ 300-ലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ 160-160ഓളം BJP അല്ലാത്ത പ്രവർത്തകർ, സത്യം പറഞ്ഞാൽ. കാരണം BJP അല്ലാത്ത പ്രവർത്തകർ വോട്ട് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ജയിച്ചത്. ബേസായിട്ട് എനിക്ക് കുറച്ച് വോട്ട് മാത്രമേ ആളുകൾ വ്യക്തമായിട്ട് മാറി ചിന്തിക്കുന്നതായിട്ട്. അത് മതമെന്നോ ജാതിയെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ സമഗ്രമായ വികസന മുന്നേറ്റം. അത് നരേന്ദ്രമോദിജിയുടെ എൻ്റെ സത്യം പറഞ്ഞാൽ ഒരു ചരിത്രമുണ്ട് കേട്ടോ. പറയാൻ കാരണം പറയുമ്പോൾ, മറ്റു പല ആൾക്കാരും
ലോക നേതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ദേശീയ നേതാവിനെ കുറിച്ചോ ഒരു പടം പോലും വെച്ചിട്ടില്ല. ഇപ്പൊ ഇടതുപക്ഷം വെച്ചു, പിണറായി വിജയന്റെ ഫോട്ടോ പോലും ഇല്ല. ഒറ്റ ദേശീയ നേതാവോ സംസ്ഥാന നേതാവിന്റെ ഫോട്ടോ ഇല്ല. പക്ഷെ അഭിമാനപൂർവ്വം നരേന്ദ്രമോദി ഫോട്ടോ വെച്ചാണ് ഞാൻ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും നരേന്ദ്രമോദിക്ക് ഒരു 100 വോട്ടുണ്ട്. എവിടെ പോയാലും വോട്ടുണ്ട്, നമ്മൾ ചെന്നില്ലെങ്കിലും. അത്രയ്ക്ക് സമൂഹം ആ മോദിജിയുടെ പദ്ധതികളെ അംഗീകരിച്ചുകൊണ്ട് അതെനിക്ക് ഏറ്റവും നല്ലൊരു ഒരു പോസിറ്റീവായി പോയി. അതിൻ്റെ ഒരു പരിണതഫലവും സമസ്ത മേഖലയിലുള്ള ആൾക്കാർ എന്നെ വിജയിപ്പിക്കാൻ സാധ്യമായി. 4 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് 400-നുള്ള സമമാണ് എന്നുള്ളതാണ് അത് കാണാൻ കഴിയുന്നത്. 350-ൽ പരം കേന്ദ്ര പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യം അർഹരായവർക്ക് ലഭ്യമാക്കും. വാർഡിന്റെ മുഖമായി മാറാനും അവരുടെ ആവശ്യങ്ങളിൽ ദൈനംദിന ഇടപെടൽ നടത്താനുമായി വാർഡിൽ ഫ്രണ്ട് ഓഫീസ് ആരംഭിക്കും. മുന്നാളം സീഡ് ഫാമിനെ കേന്ദ്ര സർക്കാർ സഹായത്തോടെ സമഗ്ര വികസനം ലഭ്യമാക്കുക, കാർഷിക ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും ആധുനിക സംവിധാനത്തോടെ കൂടിയ അംഗൻവാടി കെട്ടിടം എന്നിവ ഉൾപ്പെടെ വാർഡിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന വികസന പദ്ധതികൾ അടങ്ങിയ വാർഡ് വികസന രേഖയാണ് രൂപേഷ് ജനങ്ങൾക്ക് മുന്നിൽ വച്ചത്.